everyone, welcome back to Set of Two. Today let's explain episode 5 and 6 of The Night of Seven Kingdoms. ഇതൊരു സ്പോയിലർ ഫ്രീ റിവ്യൂ അല്ല, ഇതൊരു എപ്പിസോഡ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഇനി വരുന്ന ഫ്യൂച്ചർ എപ്പിസോഡ്സിലേക്കും ഫ്യൂച്ചർ സീസൺസിലേക്കും ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലേക്കും ഉണ്ടാവും. അതുകൊണ്ട് അത് താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു ഒരു ട്രയൽ ഓഫ് 7 നടക്കാൻ പോവുകയാണ്. ഡങ്കിൻ്റെ ഭാഗത്ത് 7 പേരെ ഫൈനലി ബെയ്ലോർ ടാർഗേറിയനും കൂടി കൂടിയതുകൊണ്ട് സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഏരിയൻ്റെ ഭാഗത്ത് ഓൾറെഡി നല്ല പവർഫുള്ളായ ആൾക്കാർ തന്നെ ഉണ്ട്. റേമണ്ട് കസനായ സ്റ്റെഫനും കൂടി അവിടേക്ക് ജോയിനും ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ സർ ബീസ്ബറി ബെയ്ലോറിനോട് ചോദിക്കുന്നുണ്ട്, കിങ്സ് ഗാർഡ് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണല്ലോ, കാരണം അവർ നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണല്ലോ, എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ബെയ്ലോർ പറയും, കിങ്സ് ഗാർഡിനെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, കാരണം അവർ ഒരു പ്രിൻസിനെ ഹാം ചെയ്യാൻ പാടില്ല, ഞാനൊരു പ്രിൻസ് ആണല്ലോ, അതുകൊണ്ട് 3 കിങ്സ് ഗാർഡിനെയും ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറയും. അപ്പം തന്നെ റോബിൻ റൈസ്ലിംഗ് ചോദിക്കും, അതൊരു മാന്യതയുള്ള കാര്യമാണോ എന്ന് റോബിൻ റൈസ്ലിംഗ് ചോദിക്കുന്നുണ്ട്. ചോദിച്ചത് വളരെ കറക്റ്റായിരുന്നു. കാരണം ഈ ഒരു ടൂർണമെൻറ്റിൽ ഹംഫ്രി ഹാർഡിങ്ങും ഹംഫ്രി ബീസ്ബറിയും മരണപ്പെടുകയാണ് കിങ്സ് ഗാർഡിൻ്റെ കൈ കൊണ്ട് തന്നെ. അപ്പോൾ ബെയ്ലോർ അവിടെ തന്നെ നല്ലൊരു വാക്ക് കീപ്പ് ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ബെയ്ലോറിനപ്പോൾ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഈ ടൂർണമെൻറ്റിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മേക്കാർ ബ്രദറാണ്, 3 കിങ്സ് ഗാർഡ് ഉണ്ട്, മറ്റാൾ നെഫ്യൂ ആണ്. അപ്പോൾ ഇവരൊക്കെ ഒന്നും ബെയ്ലോറിനെ ഹാം ചെയ്യാൻ ഫസ്റ്റ് ഹാൻഡ് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റിലേറ്റീവ്ലി സേഫ് ആയ ഒരു പൊസിഷനിലാണ് ബെയ്ലോർ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് പോകുന്നത് എന്നുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് ഈ ടൂർണമെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 പേര് കുതിരപ്പുറത്തിരുന്ന് മറ്റേ ടൂർണി പോലെ തന്നെ ജോസ്റ്റിംഗ് പോലെ തന്നെ ഫൈറ്റ് ചെയ്യും. പക്ഷെ മരത്തിൻ്റെ വെപ്പൺസോ അല്ലെങ്കിൽ ഹാംഫുൾ ആയ വെപ്പൺസിനെക്കാളും പ്രോപ്പർ സ്റ്റീലിലെ പ്രോപ്പർ വെപ്പൺസ് വെച്ചിട്ടാണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്. വളരെ നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, പ്രത്യേകം പറയണം. കാരണം അതിൻ്റെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് തോന്നുന്ന, എന്താ നടക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു ഇത് എടുത്തേക്കുന്നത്. പക്ഷെ ആ ഒരു സഫക്കേഷൻ, ആ ഒരു ആർമറും ചെയിൻമേലും എല്ലാം കൂടി ഇട്ടിട്ട് അവർക്കുള്ളൊരു സഫക്കേഷനും ആ ഒരു അഡ്രിനാലിനും ഒക്കെ വ്യൂവറിന് ഡയറക്റ്റ്ലി കിട്ടുന്ന രീതിയിലും കൂടിയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വോയിസും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഡങ്ക് ആണെങ്കിൽ ഈ ഒരു ഫൈറ്റിന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ മൊത്തത്തിൽ റെയ്മൺ ആണെങ്കിൽ ഒരു നൈറ്റൊന്നും അല്ലല്ലോ, സാധാരണ ഒരു സ്ക്വയറാണ്, ആളെ പെട്ടെന്ന് പിടിച്ച് ഞാൻ വിചാരിച്ചു അവൻ്റെ കാര്യം ഇതോടെ തീർന്നു എന്ന്. പക്ഷേ ഹീ മിറാക്കുലസ്ലി സർവൈവ്സ്. അപ്പോൾ ഡങ്കും ഛർദ്ദിച്ചും വയ്യാണ്ടെയൊക്കെയാണ് ഇതിന് പോകുന്നത്. എഗ്ഗിൻ്റെ കൂടെ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഡങ്കിനുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പോകുമ്പോൾ എല്ലാവരും ചാർജ് ചെയ്യും, പക്ഷെ ഡങ്കിന് ആകെ ഒരു ബേജാറ്, പക്ഷെ ഞാൻ പോകണോ, കാരണം ഡങ്കിന് ആക്ച്വലി നൈറ്റ്ഹുഡ് കിട്ടിയിട്ടുണ്ടോയെന്നും ഡങ്ക് വെരി റിയൽ ആയിട്ടുള്ള ഇതുപോലത്തെ ഫൈറ്റ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതും വളരെ ക്വസ്റ്റ്യനബിൾ ആണ്. പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഷുവറാണ്, പക്ഷെ ഡങ്കിന് സർ ആർലിൻ നൈറ്റ്ഹുഡ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ ക്വസ്റ്റ്യനബിൾ ആണ്. അപ്പോൾ ഡങ്ക് അവിടെ ഇങ്ങനെ വരണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എഗ്ഗ് തണ്ടറിനെ ട്രെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ട്രെയിനിങ് ആണ് അവിടെ ഒരു ഉപകാരപ്പെടുന്നത്. എഗ്ഗിൻ്റെ സൗണ്ടിൽ തണ്ടർ ചാർജ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഡങ്കിന് ഇത്രമാത്രം ഒരു ഇടി കിട്ടുന്നത് എൻ്റെ ഈശ്വര, ഏരിയൻ ഡങ്കിന് അറിഞ്ഞും പൊറഞ്ഞും ഇട്ടിട്ട് ഇവിടെ ഒരു കുത്ത് കിട്ടും, എല്ലായിടത്തും ഇടി പൊടി പൂരാണ്. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യന് ഇതോടെ തീർന്നു എന്ന്. അങ്ങനെ തീർന്നു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഡങ്കിൻ്റെ ഷീൽഡൊക്കെ ബ്രേക്ക് ആവുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡങ്ക് ഇസ് ലൈക്ക് ബാറ്റേഡ്. ഒരു വിധത്തിലും ഇതൊന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഒരു പോക്കിലേക്കാണ് നമ്മളപ്പോൾ തോന്നുക. പെട്ടെന്ന് നമ്മൾ ഡങ്കിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഈ നമ്മൾ പറയുമല്ലോ, മരിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതം നമ്മുടെ കൺമുന്നിൽ തെളിയും എന്നുള്ളത്. അവിടെ നമ്മൾ കാണുന്നത് ഡങ്ക് ഫ്ലീ ബോട്ടത്തിൽ ജീവിക്കുന്നതാണ്. ബാറ്റിൽ ഓഫ് ബ്ലാക്ക് ഫയർ റിബേലിയന് ശേഷം പ്രോബബ്ലി ബാറ്റിൽ ഓഫ് റെഡ് ഗ്രാസ്, ആ ഒരു റെഡ് ഗ്രാസ് ഫീൽഡ് ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് നിന്ന് സ്കാവെഞ്ച് ചെയ്യുന്നതായിട്ടാണ് യങ് ഡങ്കിനെ കാണിക്കുന്നത്. കുതിരയുടെ ലാടവും എന്ത് കിട്ടും, ലെതറോ എന്ത് കിട്ടുമെന്നുണ്ടെങ്കിലും ഡങ്കും ഡങ്കിൻ്റെ കൂട്ടുകാരിയായ റേഫും ചേർന്നിട്ട്, റേഫിനൊരു സ്ട്രോങ് റിസംബ്ലൻസ് ടു ടാൻസൽ ഉണ്ട് എന്നുള്ളതും നോട്ടബിൾ ആണ്. അപ്പോൾ ഡങ്ക് ഹാസ് എ ടൈപ്പ് എനിവേ, ഓർ ഷീസ് മോർ ലൈക്ക് എ സിബ്ലിംഗ്, ഹൂ നോസ്. അപ്പോൾ എന്താ പറയുക, ഇവരിത് ഓരോന്നൊക്കെ സ്കാവൻ ചെയ്യുന്നു. അവരുടെ ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ഒരു ഫ്ലീ ബോട്ടത്തിൽ നിന്ന് കടന്ന് ഫ്രീ സിറ്റീസിലേക്ക്, അതായത് ടൈറോഷ് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലേക്ക് പോകും. അവിടെയൊക്കെയാണ് ഡാനിയൊക്കെ കുറേ കാലം ഒളിച്ച് താമസിച്ചിരുന്നത്. ഫ്രീ സിറ്റീസ് വെസ്ട്രോസിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, അവിടെ കുറച്ചും കൂടി ഓട്ടോണമി ഉണ്ട്.
അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിത നിലവാരം കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ അവിടേക്ക് ഷിപ്പ് കയറി പോവാനുള്ള പരിപാടിയാണ് എന്താ പറയുക റേഫിനും ഡങ്കിനും ഉള്ളത്. ഡങ്ക് ഇതിൽ 100% കൺവിൻസ്ഡ് അല്ല കേട്ടോ. ഡങ്ക് ഇതിൽ 100% കൺവിൻസ്ഡ് അല്ലാത്തത് എന്തുകൊണ്ടാണ്? ഡങ്കിനൊരു തോട്ടുണ്ട്, ഇനിയിപ്പോൾ ഡങ്കിന് മരിച്ചുപോയ അമ്മ വരുമോ, ഈ ഒരു എപ്പിസോഡിന്റെ പേരുമായിട്ടും കൂടി അതിനൊരു കണക്ഷൻ അവർ കൊടുത്തേക്കാണ്. അപ്പോൾ അമ്മ വരുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബ്ലാക്ക് ഫെയർ റിബല്ലിയനൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ബെറ്റർ ആവും. ഫ്ലീ ബോട്ടം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ്രോസിന്റെ ഏറ്റവും മോശം ഏരിയ, ഏറ്റവും മോശം ഏരിയയിൽ പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഇവര് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ എന്തോ ഒരു ഡിച്ചിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആ ഡിച്ചിന്റെ ഉള്ളിൽ കൂടെ ഇവർ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇവർ അലസ്റ്റർ എന്ന പേരുള്ള ഒരു സിറ്റി വാച്ചിൽ പെട്ട ഒരാളെ കാണുന്നുണ്ട്. സിറ്റി വാച്ച് ആണോ, അവിടുത്തെ ബേസിക് പോലീസുകാരനാണോ, ഇനിയിപ്പോൾ അതല്ലാതെ വെറുതെ അതും പറഞ്ഞ് നടക്കുന്നതാണോ നമുക്കറിയില്ല, ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടില്ല. ആൾക്കൊരു കൈയില്ല. അപ്പൊ ആളുടെ മദ്യത്തിന്റെ തോലുണ്ടല്ലോ അത് റേഫ് മോഷ്ടിക്കും. റേഫിന് ഈ മോഷണം ഒക്കെ ചെയ്തിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. അപ്പൊ ഡങ്കിനും റേഫിനും ഈ ഒരു ബുക്സിൽ ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ബുക്സിൽ ഈ ഒരു കുട്ടി മാത്രമല്ല, ഡങ്കിന് വേറെ ഫ്രണ്ട്സും ഉണ്ട്. പക്ഷെ ഇവരിതിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് ഈ കഥേനെ. അങ്ങനെ മോഷ്ടിക്കുന്നു. എന്നിട്ട് ഇവർ ഇതെല്ലാം വിറ്റ് പെറുക്കി. അതിൽ വിറ്റ് പെറുക്കുമ്പോഴും ഇത് വിൽക്കാനെടുക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ബ്ലാക്ക് ഫെയർ റിബലിയന്റെ കറുപ്പ് ചട്ടയുള്ള സാധനങ്ങൾ ലെതർ എടുക്കില്ല, കാരണം ആ ഒരു ട്രേറ്റർ ആണെന്നുള്ള ഒരു ഇത് ആർക്കും വയ്യ, ആ ഒരു ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ, അതുകൊണ്ട് അത് എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരിതൊക്കെ വിറ്റ് പെറുക്കി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റേഫ് എന്നിട്ട് ഈ ഒരു ഷിപ്പ് പോകുന്ന സ്ഥലത്തേക്ക് പോവാണ് സിൽവർ കോയിൻസും കൊണ്ടിട്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ പറയും ഇത് പോരാ, എല്ലാവരും ഇവിടുന്ന് കിടക്കാൻ നോക്കുകയാണ്, അപ്പോൾ റേറ്റ് കൂടി എന്നുള്ളത്. വേണമെങ്കിൽ റേഫിന് മാത്രം അവിടെ പോവായിരുന്നു, കാരണം ഡങ്കിന് ഓൾറെഡി പോകാൻ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എ ചോയ്സ് ഷീ മേക്സ്. കാരണം റേഫിന് ഡങ്കിന് ഭയങ്കര കാര്യമാണ്. ദേ ഓൺലി ഹാവ് ഈച്ച് അതർ. അങ്ങനെ അവര് ദേഷ്യം പിടിച്ച് മൊത്തത്തിൽ തെറ്റിയിരുന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പിന്നെ ആലിസ്റ്റർ ഇവരെ കോർണർ ചെയ്യാണ്. ദർ ഇസ് എ തിയറി ദാറ്റ് ആലിസ്റ്റർ മനഃപൂർവ്വം ആൾക്കാരത് കക്കാൻ സമ്മതിക്കുന്നതാണ്, സോ ദാറ്റ് ലേറ്റർ ഓൺ ഹി ക്യാൻ ലൂട്ട് ദീസ് പീപ്പിൾ. അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും തടഞ്ഞു വെക്കുന്നു. അങ്ങനെ ഇവരുടെ സിൽവർ ആലിസ്റ്റർ എടുക്കുകയാണ്. അങ്ങനെ ഡങ്കിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം ഈ സിൽവർ ഒരു വളരെ കഷ്ടപ്പെട്ട് സ്കാവെഞ്ച് ചെയ്യാണ് ബേസിക്കലി. ഈ ഹൈനസിനെയും വൾച്ചേഴ്സിനെയും ഒക്കെ പോലെ അവര് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്കാവെഞ്ച് ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത്. അയാൾ ആ സിൽവർ എടുത്തു കഴിയുമ്പോൾ റേഫിന് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഡങ്ക് ചോദിക്കും നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തുനിന്ന്, ഞങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് സ്റ്റീൽ ചെയ്തെന്ന് പറയുന്നു, പക്ഷെ ഇപ്പം നിങ്ങൾ എടുക്കുന്നതോ അത് ജസ്റ്റ് ടേക്കിംഗ് ആണ്. കാരണം അവർ ഈ ഒരു ഫുഡ് ചെയിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള ആൾക്കാരാണ് ഡങ്കും റേഫും ഒക്കെ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിലൊരു വൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഡങ്ക് ഓഫ് ഫ്ലീ ബോട്ടം ഹാസ് സീൻ ലൈഫ്. ഡങ്ക് ഓഫ് ഫ്ലീ ബോട്ടത്തിന്റെ മൈൻഡിനെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം ആ കുട്ടി കണ്ട കാര്യങ്ങൾ അത്രയും വലുതാണെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ആലിസ്റ്റർ ഇത് പറഞ്ഞ് നിൽക്കുമ്പോൾ റേഫ് ഡങ്ക് അവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ നോക്കുമ്പോൾ റേഫ് ആലിസ്റ്ററിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ആളുടെ നൈഫ് കട്ടിട്ടുണ്ടാവും ആലിസ്റ്ററിന്. അത് കാണുമ്പോഴത്തേനും ആലിസ്റ്റർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ദേഷ്യം വരും. അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു, റേഫിന്റെ ലൈഫിനൊക്കെ അത്ര വാല്യൂ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. നേരെ ആ കുട്ടിയുടെ കഴുത്ത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത് ആലിസ്റ്റർ. ഡങ്ക് മൊത്തത്തിൽ ഇതിന് ഒരു ബഹളം വെക്കുമ്പോൾ ആലിസ്റ്ററിന്റെ കൂടെ ഉള്ള ആൾ ഡങ്കിന്റെ കാലിനെടുത്ത് കുത്തുന്നു. അപ്പോഴാണ് നമ്മുടെ സർ ആർലൻ മൊത്തം വെള്ളമടിച്ച് ലീവ് ദ ബോയ് അലോൺ എന്നും പറഞ്ഞിട്ട് വന്ന് ആലിസ്റ്ററിനെ കൂടെ ഉള്ളവനെയൊക്കെ കൊന്നുകളയും. അതൊരു വൻ സീനാണ്. കാരണം എന്താന്ന് വെച്ചാല് സർ ആർലൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല, ഡങ്ക് ആണോ ശരി ആലിസ്റ്റർ ആണോ എന്ന് ശരിയെന്ന് അറിയില്ല, പക്ഷെ ഹി തോട്ട് ദാറ്റ് വാസ് ഇൻജസ്റ്റിസ് ആൻഡ് ഹി റിയാക്റ്റഡ് ടു ഇറ്റ്. അപ്പൊ ഒരു നൈറ്റിന്റെ ഒരു ഓണർ എന്നൊക്കെ പറയില്ലേ, പക്ഷെ വിത്തൗട്ട് തിങ്കിങ് ആണ് ആർലൻ ആക്ട് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഡങ്കിന് പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിലെന്താ നടന്നിങ്ങനെ, സർ ആർലന്റെ നെഫ്യൂ മരിച്ച ഒരു യുദ്ധം കഴിഞ്ഞിട്ട്, അതായത് ഈ റെഡ് ഗ്രാസ് ഫീൽഡിലുള്ള ബ്ലാക്ക് ഫെയർ റിബേലിയനിലൊക്കെ കഴിയുമ്പോൾ സർ ആർലന്റെ നെഫ്യൂ റോജർ ആയിരുന്നു സർ ആർലന്റെ സ്ക്വയർ. ആ പയ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. അതായത് സർ ആർലൻ അതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ തെറ്റിയിരുന്ന് അവിടുന്ന് പോവുകയാണ്. പിന്നീട് ആ ഫുൾ ടൈം പോകുമ്പോഴും ഡൊത്രാക്കിയിൽ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. ഡങ്കിന് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സർ ആർലനെ ഡങ്ക് ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നല്ലൊരു സീനിൽ എഗ്ഗ് ഇപ്പോൾ ഇങ്ങനെ ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലെ സ്റ്റിക്ക് കൂർപ്പിക്കുന്നത് പോലെ ഡങ്ക് ഇരുന്ന് കൂർപ്പിക്കുന്നത് നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ് കിടക്കുന്ന ഡങ്ക് ഫൈനലി എഴുന്നേൽക്കുന്നത് സർ ആർലന്റെ കോളെന്നോ അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗിന്റെ കോളെന്നോ ആണ്.
അതിൽ എഗ്ഗാണ് ഇത്. പരിപാടി കഴിഞ്ഞോ എന്നുള്ളതിൽ, ഡങ്ക് മരിക്കാനായോ എന്നുള്ളതിൽ പരിപാടി നിർത്തുമ്പോൾ എഗ്ഗിന്റെ ഒരു പാഷൻ നിങ്ങൾ കാണണം ഡങ്കിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് ഡങ്കും ഏരിയനും തമ്മിൽ, അതായത് ഒരു ചന്തത്തല്ല് പോലെയാണത്. അങ്ങ് ഏരിയനെ ഒരു തരത്തിലും ഡങ്ക് ഫ്രം ഫ്ലീ ബോട്ടം പുറത്തു വരികയാണ്. ഏരിയനെ നല്ല പോലെ അടിച്ച് പരുവാക്കും. അതിനിടയ്ക്ക് ഡങ്കിന് നല്ല രീതിയിൽ തലയ്ക്കൊരു അടി കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഹെൽമെറ്റും ആ ആർമറും അത്ര കിടിലായതുകൊണ്ട് തന്നെ ഡങ്കിനൊന്നും പറ്റുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് പറ്റുന്നുണ്ട്, ഡങ്കിന് കണ്ണിനൊക്കെ ഒരു നല്ല കുത്തക കിട്ടുന്നുണ്ട് ഏരിയന്റെ കയ്യിൽ നിന്ന്. പിന്നെ കാലിന് കിട്ടുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് തന്നെ ആളുടെ അബ്ഡമനിലേക്ക് ഒരു ഇത് കയറി പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതായിട്ടുണ്ടെങ്കിലും ഏരിയനെയും നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി ചെയ്യാൻ ഡങ്കിന് പറ്റുന്നുണ്ട്. അവസാനം ഏരിയന് ജീവനിൽ പേടി വന്നിട്ട് പറയും ഞാൻ സറണ്ടർ ചെയ്തോളാം എന്നുള്ള പോലെ. അങ്ങനെ ഏരിയൻ ഇത് പതുക്കിയാ പറയുന്നത്, ഇത് കേൾക്കുന്നില്ല. പക്ഷെ അപ്പുറത്ത് വേറെ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതിൽ നമ്മൾ കാണും മേക്കാറ് ആളുടെ ഇങ്ങനെ ഈ ചുഴറ്റത്തെ സാധനം എടുത്തിട്ട് ഒരു ഇടി ഇടിക്കുന്നത് ആരെ, നമ്മുടെ ബെയിലറിനെ. അങ്ങനെ ഡങ്ക് ഏരിയനെ വലിച്ചു പിടിച്ച് ആഷ്വേർഡിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഏരിയൻ എന്ത് ചെയ്യും, ഞാൻ നിർത്തി പരിപാടി എന്ന് പറയുന്നതോടെ സംഭവം നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഡങ്ക് മൊത്തത്തിൽ മൂഞ്ചി തെറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റീലി പീറ്റ് പറയും ആ ഓയിൽ ഒഴിക്കാൻ ഡങ്കിന്റെ കാലിലെ മുറിവില് തിളച്ച ഓയിൽ ഒഴിച്ചാൽ ചിലപ്പോൾ ഇത് ശരിയാവുമായിരിക്കും. അപ്പോൾ ബെയിലോർ വന്നിട്ട് പറയും ഓയിൽ ഒഴിച്ചാൽ ശരിയാവില്ല, ചൂടുള്ള വൈനാണ് ഒഴിക്കേണ്ടത്, ഞാൻ എൻ്റെ മേസ്റ്ററിനെ വിടാം, എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ബെയിലർ സ്വന്തം ആർമർ അല്ല കേട്ടോ ഇട്ടേക്കണേ, ബെയിലർ ഇട്ടേക്കുന്നത് സ്വന്തം മോനായ വലാറിന്റെ ആർമറാണ് ഇട്ടേക്കണേ. ബെയിലർ പറയും എനിക്കൊരു ബുദ്ധിമുട്ട്, എൻ്റെ കയ്യിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റീലി പീറ്റിനോട് പറയും ഈ ഒരു ആർമർ ഒന്ന് ഈ ഒരു തലയിലിട്ടേക്കുന്ന സാധനം ഒന്ന് എടുക്കാൻ പറ്റും. അതിൻ്റെ മുന്നേ ഡങ്കിനോട് പറയും എനിക്ക് നിന്നെ പോലത്തെ നല്ല ആളുകളെ വേണം, നീ എൻ്റെ ഇതിൽ ചേരണം എന്നുള്ള പോലത്തെ ഒരു ഡയലോഗാണ് പറയുന്നത്. അങ്ങനെ തലയിലെ സാധനം എടുക്കുമ്പോൾ ഉണ്ടാവും തലയിലൊരു കഷ്ണം ഇല്ല ബെയിലോർ അവിടെ തീർന്നു. ആ ഇതിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഫൈനൽ എപ്പിസോഡിലേക്ക് നമ്മൾ പോവാണ്. ഫൈനൽ എപ്പിസോഡിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഡങ്ക് ചത്ത പോലെ ട്രീൻ്റെ താഴെ ഇതുപോലെ ഇനി ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോഴും തലയ്ക്ക് മേലൊരു വീടില്ല, ഒരു കൂടാരം പോലും ഇല്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഈ ഷോയില് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും ഇഞ്ചേർഡാണ്. ആരും വലിയ ഈ പഴയ ബോളിവുഡ് സിനിമയിൽ അക്ഷയ് കുമാറിനെ പോലെ എഴുന്നേറ്റ് നടക്കുന്നില്ല ആരും. എല്ലാവരും പ്രോപ്പർലി ഇഞ്ചേർഡ് ആണ്. ഈവൻ മേക്കാറ് പോലും ഒന്ന് വെഞ്ഞാണ് നടക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡങ്ക് ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ വരുന്നത് ലയണൽ ബരാത്തിയനും ആളുടെ മേസ്റ്ററുമാണ്. മേസ്റ്റർ പറയും ഈ ചെക്കൻ മരിക്കാൻ പോവുകയാണെന്ന്. ലയണൽ പോവാൻ പറയും. ലയണലും എന്തോ ഒരു ആളുടെ ആൻറ്റ്ലറിൽ കുത്തിപ്പിടിച്ചിട്ടൊക്കെയാണ് വന്നങ്ങനെ. ലയണൽ ഡങ്കിന് ഒരു ഓഫർ കൊടുക്കുകയാണ്, ഇനിയും വലിയ പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട്, നീ എൻ്റെ കൂടെ ചേരൂ. റോബർട്ടിന്റെ റിബലിയൻ ആയിരിക്കില്ല ലയണൽ പറയുന്നത്, കാരണം ഇനിയും ഒരു 3-4 ബ്ലാക്ക് ഫയർ റിബലിയൻസും കൂടി നടക്കാനുണ്ട്. അപ്പൊ അതിനെ പറ്റിയായിരിക്കും ചിലപ്പോൾ ലയണൽ പറയുന്നത്. ഡങ്കിനാണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നൊരു ബ്രദറിനെ പോലെ നോക്കാന്നാണ് പറയുന്നത്. നീ ടാർത്ത് കണ്ടിട്ടുണ്ടോ? അത് ബ്രിയൻ ഓഫ് ടാർത്തിന്റെ ഇതിലേക്കുള്ള ബ്രിയൻ ഓഫ് ടാർത്ത് ഡങ്കിന്റെ മകളാണെന്നുള്ള ഒരു സൂചനകൾ പലപ്പോഴായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ജോർജ് ആർ മാർട്ടിൻ ഇത് കംപ്ലീറ്റ്ലി കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ബ്രിയൻ ഓഫ് ടാർത്ത് ഗെയിം ഓഫ് ത്രോൺസിൽ ഡങ്കിന്റെ ഷീൽഡ് നോക്കുന്നതൊക്കെ ആയിട്ടുള്ള സീനുകളും ഉണ്ട്. എനിവേ നിങ്ങൾ ടാർത്ത് കണ്ടിട്ടുണ്ടോ? അടിപൊളി സ്ഥലമാണ്, നീ വാ അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയാണ്. അപ്പം ഡങ്കിന് അത് താല്പര്യമില്ല. നീ വരികയാണെങ്കിൽ ഐ വിൽ ലവ് യു ലൈക്ക് എ ബ്രദർ, നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു ബ്രദറിനെ പോലെ ശത്രുവായിട്ട് കണക്കാക്കും എന്നാണ് ലയണൽ പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള സിബ്ലിംഗ് റൈവൽറി വളരെയധികം സ്ട്രോങ് ആണെന്നും ഇനി ഒരു മുന്നോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പക്ഷേ പ്രിമോണിഷനും ആയിരിക്കും ആളീ പറഞ്ഞത്. അത് കൂടാണ്ട് ആള് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെയിലോറിന് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് കിട്ടിയത്. ഡങ്കിന് ഭയങ്കര റിഗ്രറ്റ് ആണ് ബെയിലോർ മരിച്ചതിന്, പക്ഷെ ബെയിലോറിന് ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ് കിട്ടിയത് എന്നാണ് ലയണൽ ബരാത്തിയൻ പറയുന്നത്. കാരണം അതൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉള്ള ഫൈറ്റ് ആയിരുന്നു എന്നുള്ള പോലെയാണ് പ്രോബബ്ലി അയാൾ ഉദ്ദേശിക്കുന്നത്. ആള് സീംസ് ഹാപ്പി, മെറി, ഹിസ് യൂഷ്വൽ സെൽഫ്. കാരണം പൈസ ഉള്ളവന് ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. ബെയിലോർ ആളുടെ മേസ്റ്ററിനെ അയക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ബെയിലോർ മരിച്ചതോടുകൂടി ആ ഓപ്പർച്യൂണിറ്റി അവിടെയും തീർന്നു. അതിനുശേഷം നേരെ കട്ട് ചെയ്യുന്നത് ബെയിലോറിന്റെ ഫ്യൂണറിലേക്കാണ്. ടാർഗേറിയൻസ് അവരുടെ ഡെഡിന് ബറിയല്ല ചെയ്യാറ്, അവർ കത്തിക്കുകയാണ് ചെയ്യാറ്. സാധാരണ ഡ്രാഗൺ ഫയറിലാണ് കത്തിക്കാറ്, പക്ഷെ ഇത്തവണ ഇപ്പം ഡ്രാഗൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ രീതിയിലുള്ളൊരു ഫയറിലാണ് കത്തിക്കുന്നത്. ഡങ്ക് ആ ഫ്യൂണറിന് പോകുന്നുണ്ട്. അവിടെ മേക്കാറുണ്ട്, വലാറുണ്ട്, വലാറിന്റെ വൈഫ് അവിടെ ഉണ്ട്, വേറെ 2 പ്രായമുള്ള ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അവരാരാണെന്ന് എനിക്കറിയില്ല.
വലാറ് പറയും സാധാരണഗതിയിൽ മക്കളാണല്ലേ അച്ഛൻ്റെ ആർമറിൽ മരിക്കുന്നത്, അച്ഛൻ എൻ്റെ ആർമറിൽ മരിച്ചത് ഒരു നല്ല ഇതല്ല എന്നുള്ള പോലെ. എന്നിട്ട് ഡങ്കിനോട് അവിടുന്ന് പോകാൻ പറയും. ഡങ്കിന് മൊത്തത്തിൽ എല്ലായിടത്തും ഡങ്ക് ഒരു അധികം ഈ ഒരു എന്താ പറയുക, ഈ വാലർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലോറി വാലർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതേ ഉള്ളൂ. കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് വേദനകളും ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും മാത്രമാണെന്നുള്ളത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഡങ്കിന് പോകാനും ഒരിടല്ലേ ഡങ്കിന് ആർക്കും വേണ്ടേ. അപ്പോൾ അവിടുന്ന് ഡങ്ക് എന്നിട്ട് പോവാണ്. അങ്ങനെ അവിടുന്ന് പോയിട്ട് ഡങ്ക് എത്തുന്നത് ടൂർണമെന്റ് ഗ്രൗണ്ടിലാണ്. ടൂർണമെന്റ് ഗ്രൗണ്ടിൽ ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവരും പാക്ക് ചെയ്യാൻ തുടങ്ങി. ടൂർണമെന്റ് ഒക്കെ അവസാനിച്ചു. അവിടെ നിന്നാണ് റെയ്മണ്ടിനെ കാണുന്നത്. റെയ്മണ്ട് സ്റ്റെഫൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. റെയ്മണ്ടിന് ഇപ്പോൾ ഒരു കുഞ്ഞു ടെൻ്റൊക്കെ ഉള്ളൂ. ആളുടെ അതിന്ന് മാറിയിട്ട്, അതായത് റെഡ് ആപ്പിളാണ് ഫോസവേസിൻ്റെ ഒരു എംബ്ലം. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് റെയ്മണ്ട് പറയുന്നത് ഒരു പുഴു കടിച്ച റെഡ് ആപ്പിൾ എനിക്ക് ആവണ്ട, ഞാൻ ഗ്രീൻ ആപ്പിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഷീൽഡിലൊക്കെ ആള് ഗ്രീൻ ആപ്പിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. റെയ്മണ്ടിന് ഡങ്കിനോട് വളരെ സ്നേഹമുണ്ട്. നല്ലൊരു മോനാണ് റെയ്മണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് പൊട്ടനുമാണെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. കാരണം ഡങ്ക് ആദ്യത്തെ ഫ്യൂ എപ്പിസോഡ്സിലൊക്കെ കണ്ട റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്സ് വർക്കർ ഉണ്ട്. ട്രയൽ ഓഫ് 7 ഇടയിലും റെഡ് ഡങ്കിന് വേണ്ടി ചേരുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിനെ റെയ്മണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്, റെയ്മണ്ട് കുട്ടിയാണെന്നാണ് റെയ്മണ്ട് വിശ്വസിക്കുന്നത്. അപ്പം ഇനി റോവാൻ എന്നാണ് പേര്. അങ്ങനെ പുള്ളിക്കാരി അവിടെ സെറ്റിലായിട്ടുണ്ട്. ഡങ്ക് എല്ലാം ശരി എന്നുള്ളൊരു മട്ടിലാണ്. ഈ ഒരു പരിപാടിക്ക് ശേഷം ഫോസവേസ് രണ്ടായിട്ട് പിരിയാണ്. റെഡ് ആപ്പിൾ ഫോസവേസും ഗ്രീൻ ആപ്പിൾ ഫോസവേസും. ആ ഒരു കാര്യം കൂടി ഈ ഒരു ഇതുകൊണ്ട് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഡങ്കിനെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. കാരണം ഒബ്വിയസ്ലി ആളെ തിരിച്ചറിയപ്പെടുമല്ലോ. ഇതൊരു വലിയ ഇവന്റാണ്. ട്രയൽ ഓഫ് 7 എന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഈ റെയ്മണ്ടിനോട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ടാർഗേറിയൻ സോൾജേഴ്സ് വരുന്നു. ഡങ്കിനെ മേക്കാർ വിളിപ്പിച്ചിട്ടുണ്ട്. മേക്കാറിൻ്റെ അടുത്ത് പോകുമ്പോൾ മേക്കാർ പറയും, മേക്കാറിനെ കാണുമ്പോൾ നമുക്ക് എന്തോ സങ്കടം തോന്നും കേട്ടോ. പാവം 6 മക്കളും അതിൻ്റെ കൂടെ അമ്മയില്ല അവരെ നോക്കാനായിട്ട്. ഹീസ് ജസ്റ്റ് ഡൺ വിത്ത് ലൈഫ് ആൻഡ് നൗ ഹീസ് എ കിൻസ്ലെയർ. അപ്പോൾ ബ്രദറിനെ കൊന്ന ആളായി എന്നുള്ളത് ഇനി എന്ത് നടക്കുമ്പോഴും എല്ലാവരും എന്നെ ആയിരിക്കും കുറ്റം പറയുക എന്ന് മേക്കാർ പറയും. നിങ്ങളാണ് കൊന്നതെങ്കിലും എൻ്റെ പേരിലാണ് ആ കുറ്റം വരാൻ പോകുന്നതെന്ന് ഡങ്ക് പറയും. അങ്ങനെ മേക്കാർ ചോദിക്കും, നിന്റെ ഒരു കൈയും ഒരു കാലും ഒരു പ്രിൻസിനേക്കാളും വലുതായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഡങ്ക് പറയും, മേ ബി എൻ്റെ കൈയിൻ്റെയും കാലിൻ്റെ ആവശ്യം ഈ റെൽമിന് ഒരു കാലത്ത് വരുമായിരിക്കുന്നു. മേക്കാറിനൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ സമ്മർ ഹാളിലേക്ക് വന്ന് ഏഗോണിനെ സ്ക്വയർ ആയിട്ട് ഏറ്റെടുത്ത് അവിടെ നിന്ന് നിങ്ങൾ അവിടെ പരിശീലിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി ഞങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മുടെ മാസ്റ്റർ ഓഫ് ആർമർ നിങ്ങളെ ഒന്നും കൂടി ബെറ്റർ ആക്കും. നിങ്ങൾ ഏഗോണിനെ സ്ക്വയർ ആയിട്ട് എടുക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡങ്കിന്റെ ഒരു പക്ഷേ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഹൗസിൽ ഒരു നൈറ്റായിട്ടൊക്കെ കയറുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പൊ ഡങ്കിന് അതൊന്നും അല്ല. അതൊക്കെ ഭയങ്കര പൊള്ളയായ ആഗ്രഹങ്ങളാണെന്ന് ഡങ്കിന് മനസ്സിലായി. ഇതൊക്കെ ഏഗോൺ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഡങ്ക് പറയും, എനിക്ക് ഇങ്ങനെ സമ്മർ ഹോളിലോ എവിടെയും വരാൻ താല്പര്യമില്ല, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. അങ്ങനെ ഡങ്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എഗ്ഗ് ഡങ്കിനെ കൺഫ്രണ്ട് ചെയ്യും. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു കിടിലനായിട്ട് ആയിരിക്കും എന്നുള്ള പോലെ കൺഫ്രണ്ട് ചെയ്യും. പക്ഷെ ഡങ്കിന് വയ്യ. ഡങ്കിന് മതിയായി. പ്രിൻസും ടൂർണമെന്റും ഗ്ലോറിയും ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള പോലെയാണ് ഡങ്കിന്റെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഡങ്ക് പിന്നീട് നമ്മൾ കാണിക്കുന്നത് ബീസ്ബെറീസിന്റെ ഫ്യൂണറലാണ്. അയാളുടെ ഫ്യൂണറലിന്റെ ഒരു പെട്ടിയിൽ ഫുള്ള് തേനീച്ചുണ്ട്. അവർ തേനീച്ച ഇതിന്റെ ഹണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നുകൊണ്ട് ഫുള്ള് തേനീച്ചുണ്ട്. അപ്പൊ റെയ്മണ്ട് പറയും, മാജിക് ആയിരിക്കും അല്ലേ ഇങ്ങനെ തേനീച്ച പടർന്ന് നിൽക്കുന്നത് ഇവിടെ. അപ്പോൾ റെയ്മണ്ടിന്റെ ഭാര്യ റെഡ് പറയും, അല്ലല്ല, അത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ക്വീനിനെ വെച്ചോണ്ടാണെന്ന്. മൊത്തത്തിൽ ഡെത്തും സോറോയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ആ ഒരു സ്ഥലത്തുണ്ടാവും ഡേറൻ വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ ഡങ്കിന് മൊത്തത്തിൽ ഇവനെ കാണുമ്പോൾ, ഡേറൻ ആരാണ്? എഗ്ഗിന്റെ ബ്രദർ, ഇന്ത്യയിൽ വെച്ച് കണ്ട ഡ്രാഗൺ ഡ്രീമറായ ബ്രദർ. അവ ഡേറിന്റെ അടുത്ത് ഡങ്ക് പറയും, നിനക്ക് എങ്ങനെ ഇവിടെ ധൈര്യം വന്ന് വരാന്? നീ ഒരുത്തനും കൂടിയാണ് ഇത് ഇത്രയും വഷളാക്കിയത്. കാരണം ഒരു അഡീഷണൽ എഗ്ഗിനെ കിഡ്നാപ്പ് ചെയ്തെന്ന് അഡീഷണൽ ചാർജ് കിട്ടിയത് അതായിരുന്നു ഏരിയന്റെ എക്സ്ക്യൂസ് ട്രയൽ ഓഫ് 7 എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സിംഗിൾ കോമ്പാക്റ്റിന് വരെ ട്രയൽ ഓഫ് 7 എടുക്കാൻ കാരണം എഗ്ഗിനെ കിഡ്നാപ്പ് ചെയ്തു, അതുകൊണ്ട് എല്ലാവരുടെയും ഉത്തരം പറയണം ഡങ്ക് എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഡേറൻ പറയും, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നീ ഡങ്കിനെ സ്ക്വയർ ആയിട്ട് എടുക്കാത്തതിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡങ്ക് പറയും ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ ആള് പറയും, ഏരിയനും പണ്ട് നല്ലൊരു മോനായിരുന്നു, പക്ഷെ ഇപ്പൊ അവനെ ആക്കിയ പോലെ തന്നെ എഗ്ഗിനെയും നമ്മൾ നല്ലൊരാളാക്കിക്കോളും. അതായത് അവിടുത്തെ വളർത്തുദോഷം ബാധിക്കും പിള്ളേരെ. അതല്ല, ടാർഗേറിയൻസിന് ഓൾറെഡി ഒരു മാഡ്നെസ് ബ്ലഡിലുണ്ട് എന്നുള്ളത് ഒരു വെയ്പ്പുണ്ട്. അത് ലേറ്റർ ഓൺ എഗ്ഗിന്റെ ഇതിലും വരുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും ഒരു പക്ഷെ ഗെയിം ഓഫ് ത്രോൺസിന്റെ റൈറ്റേഴ്സ് ഡെനീറിസിന് കൊടുത്തതും. ഓർ
ഐ ഡോണ്ട് നോ വാസ് ദറ്റ് നെസസറി നെവർ, പക്ഷേ വാട്ട് എവർ മേ ബി ഇറ്റ്സ് ജസ്റ്റിഫൈഡ്. അപ്പോൾ ആ ഒരു മാഡ്നസ് പക്ഷെ ചിലപ്പോൾ അതായിരിക്കില്ല, ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ കുട്ടികൾ നന്നാവും എന്നുള്ള പോലെ ഡേറൻ പറയുമ്പോൾ ഡങ്ക് മൊത്തത്തിലൊന്ന് ആലോചിക്കും. എന്നിട്ട് ഡങ്ക് മേക്കാറിൻ്റെ അടുത്ത് പോയി പറയും, ഞാൻ എഗ്ഗിനെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷേ എഗ്ഗ് സമ്മർ ഹാളിൽ വലിയ പ്രിൻസ് ആയിട്ടൊന്നുമല്ലാതെ എൻ്റെ കൂടെ ഒരു ഹെഡ്ജ് നൈറ്റിൻ്റെ കൂടെ സ്ക്വയർ ആയിട്ട് വരാൻ നിങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിടക്കുക, ചിലപ്പോൾ തലയുടെ മേലിൽ റൂഫ് ഉണ്ടാവില്ല, ചിലപ്പോൾ നല്ലൊരു ലോഡ് നമ്മളെടുത്തിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഇതായിരിക്കും, പക്ഷെ ആ ഒരു രീതിയിലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പം മേക്കാർ പറയും, എൻ്റെ മോനൊരു പ്രിൻസാണ്. മേക്കാർ ഒരു പാവ അച്ഛനാണ് കേട്ടോ. മേക്കാർ പറയും, എൻ്റെ മോനെ അങ്ങനെ എനിക്ക് വിടാൻ പറ്റില്ല എന്നുള്ള പോലെ പറയും. എനിക്ക് വേറൊരു സീനും കൂടി നടക്കുന്നുണ്ട്. എഗ്ഗ് ഉണ്ടല്ലോ, എഗ്ഗ് മിററിൽ നോക്കുമ്പോൾ ആളുടെ ടാർഗേറിയൻ ഹെയർ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഈ വടിച്ചു വെച്ച ഹെയർ. അപ്പം വെള്ളം മുടി എഗ്ഗ് അത് കഴിഞ്ഞൊരു മീനിന്റെ മേലെ ഒരു കത്തി കുത്തി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ആ കത്തി എടുത്തിട്ട് എഗ്ഗ് ഏരിയന്റെ ബെഡ് ചേമ്പർ പോവും, ബെഡ്റൂം പോവും. പണ്ട് എഗ്ഗ് പറഞ്ഞിട്ട് കത്തിയും കൊണ്ട് ഏരിയൻ ആളുടെ ബെഡ് ചേമ്പറിൽ വരുമായിരുന്നു എന്നുള്ളത്. അതുപോലെ എഗ്ഗ് ഏരിയന്റെ അടുത്തേക്ക് പോകും. എന്തിനാ? ഏരിയനെ കൊല്ലാനുള്ള ഒരു ഇതിൽ തന്നെ, നീ ഒറ്റത്തും കാരണമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്, ഇനി ഞാൻ കൊല്ലും എന്നുള്ള പോലെയാണ്. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പക്ഷെ മേക്കാർ സൈഡിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. മേക്കാർ ഒന്നും പറയാതെ ആ മോനെ ചേർത്ത് നിർത്തുന്നതായിട്ടും എഗ്ഗിന്റെ കയ്യിൽ നിന്ന് ആ കത്തി താഴെ വീഴുന്നതുമായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടാർഗേറിയൻ മാഡ്നസ്, ആ ടാർഗേറിയൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എഗ്ഗിലുണ്ട് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. മേ ബി ഡങ്കിന്റെ ഒരു ഇതില്ലെങ്കിൽ ആ കുട്ടിയും ഇനി ഈവിളായി പോവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ റേമൺ ആണെങ്കിൽ ഡങ്കിന് സ്വീറ്റ് ഫുഡിനെ തിരിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഡങ്ക് എനിക്ക് മനസ്സിലായത് അതാണ് കേട്ടോ, അത് ചിലപ്പോൾ തെറ്റായിരിക്കും. ഡങ്ക് എന്ത് ചെയ്യും, സ്വീറ്റ് ഫുഡ് റേമണിന്റെ കൂടെ ആപ്പിൾ ഓർച്ചാഡ്സിൽ നിന്നോട്ടെ എന്നുള്ളൊരു ഇതിൽ വിട്ടുകൊടുക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. റേമൺ ഈസ് സച്ച് എ ഗുഡ് ഫ്രണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സർ ആർലൻ്റെ വേറൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നു. അതിൽ പറയുന്നത് സർ ആർലൻ ഓഫ് പെന്നി ട്രീ, ആ സ്ഥലത്ത് ആൾക്കാർ വാറിന് പോകുമ്പോൾ ഒരു ട്രീയിൽ ഒരു പെന്നി നെയിൽ ചെയ്ത് വെക്കും, ആ വാർന്ന് തിരിച്ചു വന്ന് ആ പെന്നി എടുക്കും എന്നുള്ള പോലെയാണ്. ഈ കഥ ഡങ്ക് 1000 വട്ടം കേട്ടിട്ടുണ്ട്. പക്ഷെ ഡങ്കിനോട് ലാസ്റ്റ് അയാൾ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ ഒരു ഗ്ലോറിഫൈഡ് ആയ ഒരു കാര്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആ പെന്നി ട്രീയിൽ ഇപ്പോഴും പെന്നി വെക്കാൻ സ്ഥലമില്ലാത്തത്, അതായത് അത്ര ആൾക്കാർ ഓറിൽ മരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഗുഡ് നൈറ്റ് ഓൾവേസ് ഫിനിഷസ് ഹിസ് സ്റ്റോറി എന്നുള്ളത്. അതായത് അത് ജോർജ് ആർ മാർട്ടിൻ എനിക്ക് തോന്നുന്നു പോസ്റ്റ്മസ്ലി ആണ് ആൾ ഈ ബുക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്, വിൻസ് ഓഫ് വിന്റർ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ അപ്പോൾ ആൾക്കൊന്നും കേൾക്കണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് ഹീ ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് നൈറ്റ് ആൻഡ് ഫിനിഷ് ദ സ്റ്റോറീസ്. ഇറ്റ്സ് എ നോട്ട് ടു ദാറ്റ് പ്രോബബ്ലി. അത് കഴിഞ്ഞിട്ട് ഡങ്കു ഇതുപോലൊരു പെന്നി അവിടെ ഇടിച്ചു വെച്ചിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഉണ്ടാവും എഗ്ഗ് വരുന്നു. എഗ്ഗ് വന്നിട്ട് പറയും, എൻ്റെ അച്ഛൻ എന്നെ വിട്ടു എന്നുള്ള പോലെ പറയും. ഇപ്പുറത്ത് നമ്മൾ കാണുന്നു ഏരിയനെയൊക്കെ കൂട്ടിയിട്ട് മേക്കാർ പോകാൻ നിൽക്കണം. ഏരിയനെ മേക്കാർ എന്ത് ചെയ്യണു, കുറച്ച് വർഷത്തേക്ക് ബാനിഷ് ചെയ്യാണ് രാജ്യത്ത് നിന്ന്. ടൈറോഷയ്ക്ക് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ബാനിഷ് ചെയ്യാണ്, കാരണം ഈ ഒരു ചെയ്തികളുടെ ഇത് പ്രായച്ചിത്തായിട്ട്. അത് കഴിഞ്ഞ് മേക്കാർ ഇങ്ങനെ എഗ്ഗ് എവിടെ എഗ്ഗിനെ കാണാനില്ല. എഗ്ഗ് ഡങ്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ വിട്ടു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഡങ്ക് എഗ്ഗിനെയും കൂട്ടി സ്ക്വയർ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എഗ്ഗ് നുണ പറഞ്ഞു വന്നേക്കുന്നതാണെന്നാണ് പറയുന്നത്. എഗ്ഗ് എപ്പോഴും നുണ പറയുന്ന ഒരാളാണെന്നും കൂടി നമുക്ക് കൂടണം. ഫൈനലി വളരെ പോയറ്റിക്കായ ബ്യൂട്ടിഫുൾ ആയ ഒരു സീന്. സ്വീറ്റ് ഫുഡും സർ ആർലനും വേറെ വഴിക്ക് പോകുന്നു, ഡങ്ക് വെക്കും വേറെ വഴിക്ക് പോകുന്നു. ഇനി ഡങ്കിന്റെ എഗ്ഗിന്റെയും കഥയാണ്. ഇനി ഡങ്ക് ആ ഒരു ലെവലിൽ എത്തി എന്നും കൂടിയാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കഥ തീരാണ്. ഇതിൽ ഏറ്റവും സാഡസ്റ്റ് ആയ ക്യാരക്ടർ ഗ്വിൻ എന്നുള്ള ഈ ആഷ്ഫോർഡിന്റെ മകളെ ആണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരിയുടെ നെയിം ഡേയും പിറന്നാളൊക്കെ ആയിട്ട് നടന്നൊരു പരിപാടിയായിരുന്നു. അതിൽ പ്രിൻസ് മരിക്കുന്നു, ആകെ കുൽസിതം നടക്കുന്നു. പക്ഷെ ഗ്വിൻ വാസ് വെരി സ്വീറ്റ് ടു ഡങ്ക് ഈവൻ ഇൻ ദ ഫൈനൽ എപ്പിസോഡ്. ആക്ച്വലി അത്ര ഉള്ളൂ ഈ കഥകളൊക്കെ. നമുക്കിനി പുതിയ സീസൺ അടുത്ത വർഷം, ഓരോ വർഷവും ഓരോ സീസണാണ്. ചെറിയ എപ്പിസോഡ്സ് ആയതുകൊണ്ട് HBO പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ആക്ച്വലി ഞാനൊരു ഡ്രിപ്പൊക്കെ ഇട്ട് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. ഫുഡ് പോയ്സണിങ് ഒക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും മിസ് ഔട്ടോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളതങ്ങോട്ട് സഹിക്കുക. തവണത്തേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ബൈ.